പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. നോക്കൂ, ഒന്നാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ എ 1 meter ലോങ് സ്ട്രിങ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 ഈക്വൽ പാർട്സ്. അതായത് എന്താണ്, 1 മീറ്റർ നീളമുള്ള ഒരു നൂല് 5 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. 1 2 3 4 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഹൗ മെനി മീറ്റേഴ്സ് ഇസ് ഹാഫ് ഓഫ് വൺ ഓഫ് ദ പീസ്? അങ്ങനെയാണെങ്കിൽ ഒരു പീസിൻ്റെ, അതായത് അതിലെ ഒരു ഭാഗത്തിൻ്റെ, അതൊരു പീസിൻ്റെ പകുതി, ഹാഫ് എത്ര മീറ്റർ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പീസിൻ്റെ ഹാഫ് ഒരു പീസിൻ്റെ ഹാഫ് എത്ര മീറ്റർ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 5 ഈക്വൽ പാർട്സ് ആയിട്ട്. അപ്പോൾ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് 5. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ ഉത്തരം എടുത്ത് എഴുതാം. ടോട്ടൽ ലെങ്ത് 1 മീറ്റർ, നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് 5. ഇനി ലെങ്ത് ഓഫ് 1 പീസാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഒരു പീസിൻ്റെ ലെങ്ത് എത്രയാണെന്ന്. ഒരു പീസിൻ്റെ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ എഴുതണേ? 1/5 മീറ്റർ എന്ന് എഴുതും അല്ലേ. മൊത്തം 1 മീറ്റർ ലെങ്ത് ആണുള്ളത്, അതിൽ നിന്നും 5 ഈക്വൽ പാർട്സ്. അപ്പോൾ ലെങ്ത് ഓഫ് 1 പീസ് എന്ന് പറയുന്നത് 1/5 മീറ്റർ ആണ്. ഇനി ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് എ പീസ്, അങ്ങനെയാണെങ്കിൽ ഹാഫ് പീസിൻ്റെ, അതായത് ഒരു പീസിൻ്റെ 1/5 മീറ്റർ ആണ്. അപ്പോൾ ഹാഫ് പീസിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതുക? 1/2 എന്നാണ് അല്ലേ. അപ്പോൾ 1/2 പാർട്ട് ഓഫ് 1/5 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/5 എന്നാണ്. അപ്പോൾ 1 × 1 1, 2 × 5 10 അല്ലേ. ഇതും ഇൻറ്റു ചെയ്യണം, ഇതും ഉണ്ട്. 1 × 1 1, 2 × 5 10. അതായത് 1/10 മീറ്റർ എന്നാണ് നമുക്ക് ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് എ പീസ് കിട്ടുക. ലെങ്ത് ഓഫ് 1 പീസ് എന്ന് പറയുന്നത് 1/5 മീറ്റർ ആണ്. 5 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തേക്കുന്നതിൽ ഒരു പാർട്ടല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് 1 പീസ് എന്ന് പറഞ്ഞത് 1/5 മീറ്റർ ആണ്. അതിൻ്റെ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് എ പീസ് എന്ന് പറയുന്നത് 1/10 മീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, ഹൗ മച്ച് ഇറ്റ് ഈസ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. ഇത് സെൻറ്റിമീറ്ററിൽ എത്രയായിരിക്കും? ഈ 1/10 മീറ്ററിനെ സെൻറ്റിമീറ്ററിൽ നമ്മൾ എങ്ങനെ ആക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1/10 പാർട്ട് ഓഫ് എ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 പാർട്ട് ഓഫ് എ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 100 ഡിവൈഡഡ് ബൈ 10, അതായത് 1/10 × 100 അല്ലേ. അപ്പോൾ 0/1 × 10 10 അല്ല 1 × 100 100 100/10 0 പോയി. അപ്പോൾ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് 0 കളഞ്ഞിട്ട് 1 × 10 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് എഴുതാം. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ 1/10 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ്? ഇൻറ്റു 100, 1 × 100 ഡിവൈഡ് ബൈ 10 എന്ന് ചെയ്താൽ മതി. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ സി, ഡ്രോ എ പിക്ചർ ഓഫ് ടു ഇൻഡിക്കേറ്റ് 1/2 × 1/4 റൈറ്റ് ദ പ്രോഡക്റ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 1/2 × 1/4 എന്നത് കാണിക്കുന്ന ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രോഡക്റ്റും എഴുതാനാണ്. 1/2 × 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 × 1 1, 2 × 4 8, 1/8. ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണ്? 1/2 എന്ന് പറഞ്ഞാൽ ഇതാ ഒരെണ്ണത്തിൽ എന്താ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അപ്പോൾ 1/2 അതിൽ ഇതെന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറയുന്നത് ഇതാണ്. ഇനി അവരുടെ പ്രോഡക്റ്റ് 1/2 × 1/4 എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്ത് കിട്ടിയത് എത്രയാണ്? 1/8 ആണ്. അപ്പോൾ എത്രയാണ്? 1 2 3 4 5 6 7 8 8 അപ്പോൾ അതിലൊരെണ്ണം എന്ന് പറയുന്നത് ഇതാണ് 1/8. ഇങ്ങനെയാണ് നിങ്ങളത് വരയ്ക്കേണ്ടത്. ആദ്യം നിങ്ങൾ ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടെത്തണം. ഇങ്ങനെ ഏത് തന്നാലും 1/2 × 1/4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 1/എത്രയാണ്? 2 × 4 8 ആണ്. പിന്നെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തരുന്ന സാധനത്തിന് നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു ഭാഗമായിരിക്കും എന്തെന്ന് പറയുന്നത് 1/8 എന്ന് പറയുന്നത് അല്ലേ. ഈ പിക്ചറിൽ കാണും പോലെ നിങ്ങളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. Then question D, which of the following has product greater than
1. എന്താ ചോദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ ഗുണനഫലം അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണ് ഒന്നിനേക്കാൾ കൂടുതലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 3 × 1/2 എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ താഴെ നൽകിയിരിക്കുന്നതിൽ ഏതിൻ്റെ പ്രോഡക്റ്റ് ആണ് ഒന്നിനേക്കാൾ കൂടുതലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 × 1/2 ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. തന്നിരിക്കുന്നത് ഒരു പാരലോഗ്രാം ആണ്. ഡ്രോ എ പാരലോഗ്രാം വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. നിങ്ങൾക്ക് മെഷേഴ്സ് തന്നിരിക്കുകയാണ്. ബേസ് 5 സെൻറ്റിമീറ്റർ, സൈഡ് 3 സെൻറ്റിമീറ്റർ, ഇൻറ്റീരിയർ ആംഗിൾ 50 ഡിഗ്രി. നിങ്ങളോട് പാരലോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബേസ് 5 സെൻറ്റിമീറ്റർ, എന്നിട്ട് ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 50 ഡിഗ്രി അടയാളപ്പെടുത്തി കോമ്പസ് വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ ആർക്ക് വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പാരലോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം തന്നിരിക്കുന്ന ബേസ് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം, അത് സൈഡ് 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഇൻറ്റീരിയർ ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കണം. അപ്പം ഇത്രയും വെച്ചിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ദ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് ദ പാരലോഗ്രാം? ഇത് തന്നിരിക്കുന്ന പാരലോഗ്രത്തിൻ്റെ ലാർജസ്റ്റ് ആംഗിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പാരലോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? പാരലോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെയും 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം അഡ്ജസൻറ്റ് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ 180-ൽ നിന്ന് 50 മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെയുള്ള ആംഗിൾ കിട്ടും. 180-ൽ നിന്ന് 50 മൈനസ് ചെയ്താൽ അവിടെയുള്ള ആംഗിൾ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 130 ആണ്. എത്രയാണ്? 130 ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് ആംഗിൾ അല്ലേ, 180-ൽ നിന്ന് 50 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 130 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഇവിടെ ഉള്ളത് 130 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്ര തന്നെയാണ്? 130 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? 130 ഡിഗ്രിയാണ്. നെക്സ്റ്റ്, അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് പാരലോഗത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ഇപ്പോൾ ഇതിൽ എ ബി സി ഡി എന്ന് ഇട്ടാൽ എന്താണ്? എയും ഡിയും ഈക്വൽ ആണ്. അതുപോലെ ബിയും സിയും എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ എയും ബിയും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടും. അതുപോലെ സിയും ഡിയും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടും അല്ലേ. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അഡ്ജസൻറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. 180 ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെഷേഴ്സ് ഓഫ് ദ 4 ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം? ഇവിടെ താഴെ പാരലോഗത്തിന് കുറച്ച് മെഷേഴ്സ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഒരു പാരലോഗത്തിൻ്റെ മെഷേഴ്സ് ആംഗിൾസ് 4 ആംഗിൾസ് ആവാൻ ചാൻസ് ഉള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി 40, 140, 50, 30. ഇതിലെന്താ പ്രത്യേകത? ഇതിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഒന്നും ഈക്വൽ അല്ല അല്ലേ. അപ്പോൾ ഇതല്ല, ഇത് തെറ്റാണ്. അടുത്തതിലും 50, 140, 50, 140 തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ്. പക്ഷേ ഇവരുടെ അഡ്ജസൻറ്റ് ആംഗിൾസ് നോക്കിയേ, 140-ഉം 50-ഉം ചെയ്യുമ്പോൾ നമുക്ക് 180 അല്ല കിട്ടുക അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്, ബിയും തെറ്റാണ്. സി നോക്കിയേ, സി നോക്ക്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അഡ്ജസൻറ്റ് ആംഗിൾ 110-ഉം 70-ഉം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ അഡ്ജസൻറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180-ഉം കിട്ടുന്നുണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഇതിൽ ഈക്വൽ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ഉത്തരം. ആക്ടിവിറ്റി 3. ക്വസ്റ്റ്യൻ എ. ഇൻ എ ക്ലാസ് 6 സ്റ്റുഡൻസ് ഗോട്ട് A+ and 50 സ്റ്റുഡൻസ് ഗോട്ട് B+. എന്താ പറയുന്നത്? ഒരു ക്ലാസ്സിൽ 6 സ്റ്റുഡൻസിന് A+ഉം 15 സ്റ്റുഡൻസിന് B+ഉം കിട്ടി. The students who got B+ is how many times that of the students who got A+? എന്താ ചോദിച്ചിരിക്കുന്നത്? B+ നേടിയവരുടെ എണ്ണം A+ നേടിയവരുടെ എണ്ണത്തിൻ്റെ എത്ര ടൈംസ് ആണ്, എത്ര മടങ്ങാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് B+ നേടിയവരുടെ എണ്ണം A+ നേടിയവരുടെ എണ്ണത്തിൻ്റെ എത്ര മടങ്ങാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഗോട്ട് B+ ഈസ്, B+ നേടിയവരുടെ എണ്ണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? B+ കിട്ടിയത് 15 ആണ് അല്ലേ. A+ കിട്ടിയവരുടെ 6 ആണ്. അപ്പോൾ 15/6. 15-ഉം 6-ഉം കോമൺ ആയിട്ട് വരുന്ന ടേബിൾ ഏതാണെന്ന് നോക്കുക. 3-ൻ്റെ ടേബിളാണ് അല്ലേ. അല്ല, 3-ൻ്റെ ടേബിളാണ്. അപ്പോൾ 2 × 3 6 ആണ്.
5 ഇൻറ്റു 3 15 ആണ്. അപ്പോൾ 5/2 എന്ന് കിട്ടും. 15/6 എന്ന് പറയുന്നത് 5/2 ടൈംസ് ഓഫ് ദാറ്റ് ഓഫ് എ പ്ലസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ടൈംസ് ഓഫ് 6 ഈസ് 15? അതെങ്ങനെ കണ്ടുപിടിക്കും? 6 ഇൻറ്റു 15/6. അപ്പോൾ 6ഉം 6ഉം പോയി, ബാക്കി എത്രയുണ്ട്? 15 ഉണ്ട്. അപ്പോൾ 15/6 ടൈംസ് ഓഫ് 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, ദ സ്റ്റുഡൻസ് ഹു ഗോട്ട് എ പ്ലസ് ഇസ് ഹൗ മച്ച് പാർട്ട് ഓഫ് ദാറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഗോട്ട് ബി പ്ലസ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ബി പ്ലസ് നേടിയവരുടെ എണ്ണത്തിന്റെ എത്ര പാർട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഭാഗമാണ്, എത്ര പാർട്ടാണ്? അപ്പോൾ എ പ്ലസ് നേടിയ കുട്ടികളുടെ എണ്ണം ബി പ്ലസ് നേടിയ കുട്ടികളുടെ എണ്ണത്തിന്റെ എത്ര പാർട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 15 ഇൻറ്റു 6/15 എഴുതുക. 6 എ പ്ലസ് ആണ് അല്ലേ? 15 ഇൻറ്റു 6 നമ്മൾ ഇവിടെ ചെയ്തു. എന്താണ് മറ്റേ ഹൗ മെനി ടൈംസ് ഓഫ് 6 ഈസ് 15 എന്നുള്ളത് 6 ഇൻറ്റു 15/6 എന്ന് ചെയ്ത പോലെ ഇവിടെ എങ്ങനെ ചെയ്യുന്നത്? 15 ഇൻറ്റു 6/15. 6 കുട്ടികളാണല്ലോ എ പ്ലസ് നേടിയിരിക്കുന്നത്. അപ്പോൾ 15 ഇൻറ്റു, അപ്പോൾ 15ഉം 15ഉം പോയി, ഇപ്പോൾ 6. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഗോട്ട് എ പ്ലസ് ഈസ് എത്രയാണ്? 6/15. ഇതിന് നമുക്ക് എത്ര നേരെ തിരിച്ചു വരും അല്ലേ? 2 ഇൻറ്റു 3 6, 5 ഇൻറ്റു 3 50. അപ്പോൾ 2/5. ഇവിടെ നേരെ തിരിച്ചാണ്. എന്ത്? 5/2 ആണ്. ഇവിടെ എന്താണ്? 2/5 പാർട്ട് ഓഫ് ദാറ്റ് ഓഫ് സ്റ്റുഡൻസ് ഹു ഗോട്ട് ബി പ്ലസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി, ഇഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഗോട്ട് ബി പ്ലസ് ഈസ് 5 1/2 പാർട്ട് ഓഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ്, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദയർ ഇൻ ദ ക്ലാസ്? അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നമ്മുടെ മൊത്തം വിദ്യാർത്ഥികളുടെ 5/12 പാർട്ടാണെങ്കിൽ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 15 ഈസ് എങ്ങനെ നമ്മൾ എഴുതുക? 15 ഈസ് എങ്ങനെ എഴുതാം? 5 1/2 അല്ല, സോറി, 5/12 എന്നല്ലേ? 15 ഈസ് 15 ഈസ് എ 5/12 പാർട്ട് ഓഫ് ദ ടോട്ടൽ സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? 12 ടൈംസ് ദാറ്റ് ഓഫ് 15 ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 15 ഇൻറ്റു 12/5 ചെയ്താൽ മതി. ഇതിനെ തിരിച്ചിടാം. 15 ഇൻറ്റു 12/5. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 5 3 ഇൻറ്റു 5 എത്രയാണ്? 15. അപ്പം 5ഉം 15ഉം വെട്ടിപ്പോയി. പിന്നെ 3 ഇൻറ്റു 12 എന്നാണ് കിട്ടുക. 3 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. അപ്പോൾ ആ ക്ലാസ്സിൽ ടോട്ടൽ 36 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി, 2 പാർട്ട് ഓഫ് എ നമ്പർ ഈസ് 30. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ നമ്പർ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യയുടെ എന്താണ്, ഒരു നമ്പറിന്റെ 2/5 ഭാഗം പാർട്ട് എന്ന് പറയുന്നത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2/5 പാർട്ട് ഓഫ് എ നമ്പർ ഈസ് 30. അങ്ങനെയാണെങ്കിൽ ഏതാണ്? 30 ഇൻറ്റു 3/5. 30 ഇൻറ്റു 3/5 ആണ്. സോറി, 30 ഇൻറ്റു 3/5 അല്ല, സോറി മാറിപ്പോയി. 2/5 അല്ലേ തന്നേക്കുന്നത്. അപ്പോൾ 30 ഇൻറ്റു 2/5 ആയിരിക്കും കേട്ടോ. ആദ്യത്തെ ഓപ്ഷൻ എ ആണ് ശരി. 30 ഇൻറ്റു 2/5. നമുക്ക് 2/5 എന്നല്ലേ തന്നേക്കുന്നത്. 2/5 പാർട്ട് ഓഫ് എ നമ്പർ ഈസ് 30 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ നമ്പർ? 30 ഇൻറ്റു 2/5 ആയിരിക്കും. ആക്ടിവിറ്റി 4 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ട്രയാങ്കിൾ XYZ, YZ is equal to 6 cm, angle Y 65 degree, angle Z 55 degree, draw the triangle. ആദ്യം പറഞ്ഞത് നമ്മൾ തന്നിരിക്കുന്ന അളവുകൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. XYZ എന്നാണ് ട്രയാങ്കിളിൻ്റെ പേര്. അതിൽ എന്താണ്? YZ, അതായത് നമുക്ക് ബേസ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ആംഗിൾ Y ഇവിടെ നിന്ന് നമ്മൾ എത്ര എടുക്കണം? 65 ഡിഗ്രി എടുക്കണം. ആംഗിൾ Z എത്രയാണ്? 55 ഡിഗ്രിയാണ്. എന്ത് ചെയ്യണം? നമ്മൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന മെഷേഴ്സ് വെച്ചിട്ട് ട്രയാങ്കിൾ മേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ വിത്തൗട്ട് മെഷറിങ് ഇറ്റ്. നമ്മളിതിൽ ലോങ്ങസ്റ്റ് സൈഡ് ഏതാണ്? മെഷർ ചെയ്യാതെ തന്നെ ലോങ്ങസ്റ്റ് സൈഡ് ഈ ട്രയാങ്കിളിൻ്റെ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മെഷർ ചെയ്യാതെ
ലോങ്ങസ്റ്റ് സൈഡ് കണ്ടുപിടിക്കാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ആംഗിൾ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കറിയാം ട്രയാങ്കിളുടെ 3 ആംഗിൾസും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് 65 പ്ലസ് 55 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രി മൈനസ് 65 ഡിഗ്രി പ്ലസ് 55 ഡിഗ്രി ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി കിട്ടും. അപ്പോൾ ആംഗിൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ 65 ഡിഗ്രി, 55 ഡിഗ്രി, 60 ഡിഗ്രിയിൽ ഏറ്റവും വലുത് ഏതാണ്? വലിയ ആംഗിൾ എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റുള്ള സൈഡായിരിക്കും എന്തെന്ന് പറയുന്നത്? ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജർ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണോ അതാണ് ലാർജർ സൈഡ്. അപ്പോൾ ഇതിലേതാണ്? എക്സ് ഇസഡ് ആണ് എന്തെന്ന് പറയുന്നത്? ലാർജ് സൈഡ് എന്ന് പറയുന്നത്. എന്താണ്? എക്സ് ഇസഡ് ആണ് ലാർജസ്റ്റ് സൈഡ്. എക്സ് ഇസഡ് ആണ് ലാർജസ്റ്റ് സൈഡ്. ഏറ്റവും വലിയ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡായിരിക്കും ലാർജ് സൈഡ്. അപ്പോൾ എക്സ് ഇസഡ് ആണ് ലാർജസ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി. വാട്ട് വുഡ് ബി ദ മെഷർ ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഗിവൺ ബിലോ? താഴെ തന്നിരിക്കുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ മെഷേഴ്സ് ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഷേഴ്സ് ആവാൻ ചാൻസ് ഉള്ളത് ഏതാണെന്നാണ്. ആദ്യത്തെ ഓപ്ഷനിൽ 110, 40, 40 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടില്ല. അപ്പോൾ ഇതല്ല ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ബിയിൽ 80, 50, 50 ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? 80, 50, 50, 50, 50, 100, 100 പ്ലസ് 80, 180. അപ്പോൾ അത് ആവുന്നുണ്ട്. അപ്പോൾ ശരിയാണ്. അടുത്ത ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം. 60 ഡിഗ്രി, 40 ഡിഗ്രി, 70 ഡിഗ്രി, 180 ഡിഗ്രി ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? ഓപ്ഷൻ ബി 80 ഡിഗ്രി, 50 ഡിഗ്രി, 50 ഡിഗ്രിയാണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 5 ക്വസ്റ്റ്യൻ എ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ് 1/2 മീറ്റേഴ്സ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു സ്ക്വയറിൻ്റെ ഏരിയ, സൈഡ് 1/2 ആയിട്ടുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് 1/2 മീറ്റർ ആണ്. അതായത് ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 1/2 മീറ്റർ ആണ്. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്? 1/2. എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? ഏരിയ ഓഫ് ദ സൈഡ് കാണാനുള്ളത് സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ എ സ്ക്വയർ എന്ന് നിങ്ങൾ പഠിക്കും. ഒരു സൈഡിനെ നമ്മൾ എ ആയിട്ട് എടുത്താൽ എ സ്ക്വയർ എന്നാണ്, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ 1 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 എന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? 1/2നെ നമ്മൾ സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 1 ഇൻറ്റു 2 2, 2 പ്ലസ് 1 3. അപ്പോൾ നമുക്ക് 3/2 എന്ന് കിട്ടും. അപ്പോൾ 3/2 ഇൻറ്റു 3/2 എന്ന് കിട്ടും. 3 ഇൻറ്റു 3 9, 2 ഇൻറ്റു 2 4. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ 9/4 ഹരിച്ച് ചെയ്യുമ്പോൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാനായിട്ട് 9/4. അപ്പോൾ 2 ഇൻറ്റു 4 8 ആണ്. 9 8 പോയ 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മുകളിലുള്ളത് അല്ലേ സെൻറ്ററിൽ എഴുതി 2, താഴെയുള്ളത് മേലെ എഴുതി 1 4. 2 1/4. ഇതൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കണം. അപ്പോൾ 2 1/4 സ്ക്വയർ മീറ്ററിന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കാണാനാണ് സൈഡ് ഇൻറ്റു സൈഡ്. ഇനി ക്വസ്റ്റ്യൻ ബി. ഇഫ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 5 1/3 മീറ്റർ ആൻഡ് ദ വിഡ്ത്ത് 6 3/4 മീറ്റർ, വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഒരു റെക്ടാങ്കിളിൻ്റെ എന്താണ് ലെങ്ത്ത് എന്ന് പറയുന്നത് 5 1/3യും വിഡ്ത്ത് എന്ന് പറയുന്നത് 6 3/4 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ 5 1/3 മീറ്റർ, ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ 6 3/4 മീറ്റർ. ഏരിയ കാണാനുള്ളത്, റെക്ടാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L ഇൻറ്റു ബി അല്ലേ? L ഇൻറ്റു ബി. അപ്പോൾ എങ്ങനെ എഴുതും? 5 1/3 ഇൻറ്റു 6 3/4 എന്ന്. L ഇൻറ്റു ബി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 5 1/3 ഇൻറ്റു 6 3/4 എന്ന് എഴുതുക. ഇനി ഇതിനെ 5 നമ്മളിതിനെ സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. 5 1/3നെ എങ്ങനെയാണ് മാറ്റുക? 5 1/3നെ എങ്ങനെയാണ് മാറ്റുക? 5 1/3നെ 5 ഇൻറ്റു 3 15. 15 പ്ലസ് 1/3. അപ്പോൾ 16/3 എന്ന് കിട്ടും. അതാണ് ഇവിടെ 16/3. അടുത്തതോ നമുക്ക് 6 ഇൻറ്റു 4 അല്ലേ? 6 ഇൻറ്റു 4 24. 24 പ്ലസ് 3/4. അപ്പോൾ 27. 27/4. 27/4 എന്ന് കിട്ടും. 16 ഇൻറ്റു 27
432. 3 into 4 12. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 36 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ L ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ളത് S സ്ക്വയർ, ഈ സൈഡ് ഇൻറ്റു സൈഡ്, സൈഡ് ഇൻറ്റു സൈഡ്. നിങ്ങൾ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് 5 times 3/4, 1 2/3 times 3 2/5. താഴെ തന്നിരിക്കുന്നത് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 times 3/4നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 into 3/4. 5 times 3/4നെ 5 into 3/4. അപ്പം 5 into 3 15 അല്ലേ? 15/4 എന്ന് എഴുതാം. 15/4. ഇതിനെ നമ്മൾ ഹരിച്ച് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 15/4 എന്ന് കിട്ടി അല്ലേ? നിങ്ങൾക്ക് 15/4 എന്ന് കിട്ടി. 5 into 3 15, 15/4. ഇനി ഇതിനെ 15/4നെ 3 into 4 12. 15ന് 12 പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ 5ന് 2 പോയി കഴിയുമ്പോൾ എത്രയാണ്? 3. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ കിട്ടുക? 3/4. 3/4. അപ്പോൾ ഇത് 5 times 3/4 എന്ന് പറയുന്നത് എത്രയാണ്? 3/4 ആണ്. അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 2/3 times 3 2/5 ആണ്. അപ്പോൾ 3 2/5 into 1 2/3 എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇതിനെ 5 into 3 15. 15 plus 5 into 3 15. 15 plus 2 17. 17/5 into അടുത്ത് 1 into 3 3. 3 plus 2 അല്ലേ? 1 into 3 3. 3 plus 2 5. 5/3. 17/5 into 5/3 എന്ന് കിട്ടും. അപ്പോൾ 17 into 5 എന്ന് പറഞ്ഞാൽ 85 ആണ്. 5 into 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. പിന്നെ നമ്മൾ 85 divided by 15 ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ മിക്സ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 5 10/15 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതിനെ ചുരുക്കി എഴുതാം 5 2/3 എന്ന് ചുരുക്കി എഴുതാം. ഇവിടം വരെ നിങ്ങൾ ചെയ്താലും മതി, അല്ലെങ്കിൽ ഇവിടം വരെ ചെയ്താലും മതി. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഇവിടം വരെ ഉത്തരം ചെയ്താൽ മതി. 85/15. 17 into 5 divided by 5 into 3. 85/15. Activity 6. Question A. A 16 meters long road is cut into pieces of length 2/3 meter. How many such pieces will be there? എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു 16 മീറ്റർ നീളമുള്ള ഒരു ലോങ് റോഡ്, ഒരു ദണ്ട് എത്രയായിട്ട് ഓരോ 2/3 മീറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ പീസുകളും കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര പീസസ് അതിലുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പീസസ് കണ്ടുപിടിക്കാൻ 16/2/3. ഒരു പീസ് എന്ന് പറയുന്നത് 2/3 ആണ്. അപ്പോൾ 16/2/3 എന്ന് പറയണേനെ നമ്മൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മാറ്റിയിടുമ്പോൾ ഈ 2/3 മുകളിലേക്ക് വരുമ്പോൾ 3/2 എന്നാവും അല്ലേ? 2/3 ഇൻറ്റു ചെയ്യണ സമയത്ത് അവിടെ എന്തായി? 3/2 എന്ന് വരും. അപ്പോൾ എത്രയാണ്? 8 2 16 അല്ലേ? അപ്പം 2ന് വെട്ടിപ്പോവും. 8 2 16 ആണ്. അപ്പം 8 into 3 എന്ന് പറയുന്നത് എത്രയാണ്? 24. 8 into 3 24 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾ എത്ര പീസസ് ആണെന്നാണ് എഴുതേണ്ടത്? 24 പീസസ് ആണെന്ന് എഴുതിയാൽ മതി. ഇതൊന്നും വേണ്ട. അപ്പോൾ നമ്പർ ഓഫ് പീസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 16/2/3. ഈ 2/3 ഇത് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാണ്? 16 into 3/2 എന്നായി. 2 2 9 2 അല്ല 8 2 16. അപ്പോൾ 8 into 3 24 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 16 into 3/2 എന്ന് പറയുന്നത് എത്രയാണ്? 24. അപ്പോൾ എത്ര പീസസ് ഉണ്ട്? 24 പീസസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. ദ ഏരിയ ഓഫ് റെക്ടാംഗിൾ ഈസ് 22 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് one side is 3/4 centimeter long. What is the length of the other side? ഒരു റെക്റ്റാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് 22 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഒരു സൈഡ് എന്ന് പറയുന്നത് 3/4 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അതർ സൈഡ്? അങ്ങനെയാണെങ്കിൽ
രണ്ടാമത്തെ സൈഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദ അതർ സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏരിയ തന്നിരിക്കുന്ന ഏരിയനെ വൺ സൈഡും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ 22 1/2 ആണ്. അതിനെ എന്തും കൊണ്ട് ഡിവൈഡ് ചെയ്യണം? വൺ സൈഡ് എന്ന് പറയുന്നത് 3/4 ആണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം 22 1/2നെ നമ്മൾ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. 22 × 2 + 1. അപ്പോൾ 22 × 2 എന്ന് പറഞ്ഞാൽ 44 കിട്ടും. 44 + 1 5 45/2 ബൈ 4 × 3 12 12 + 3 15 15/4 എന്ന് കിട്ടും. അപ്പോൾ 45/12 2 ഡിവൈഡഡ് ബൈ 15/4. ഇതിനെ നമ്മൾ ഇതിലേക്ക് ഡിവൈഡ് ഇൻറ്റുവിലേക്ക് മാറ്റുന്ന സമയത്ത് 45/2 അങ്ങനെ തന്നെ ഇടുക. ഇവിടെ എന്ത് ചെയ്യും? മാറും അല്ലേ? 4 മേലെ വരും, 15 താഴെ വരും. 4 മേലെ വരും, 15 താഴെ വരും. അപ്പോൾ എങ്ങനെയാവും? 45/2 × 4/15 ആവും. 45 × 4 എന്ന് പറയുന്നത് 180 ആണ്. പിന്നെ 2 × 15 എന്ന് പറഞ്ഞാൽ 30 ആണ്. 180 ഡിവൈഡ് ബൈ 30. 0 0 പോയി 6 3 18 അല്ലേ? അപ്പോൾ 6 സെൻറ്റിമീറ്ററിന് കിട്ടും. അപ്പോൾ അടുത്ത സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 1. താഴെ കൊടുത്തിരിക്കുന്നതിൽ 1ന് ഈക്വൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1/2 × 2/5 ആണ്. 1/2 × 2/5 കാരണം 6 × 1/6 പോയി അല്ലേ? 1 ആണ് ബാലൻസ്. അതുപോലെ അടുത്തതിൽ ഏതാണ്? 1/3 ആണ്. 1/3 × 3/4 ആണ്. 1 × 3 3 3 + 1 4. അപ്പോൾ 4/3 × 3/4. ഇത് തിരിച്ചിടുമ്പോൾ നമുക്ക് എന്തായി? 4 4 പോയി, 3 3 പോയി, 1 ആയി അല്ലേ? അപ്പോൾ അതുമല്ല. പിന്നെ അപ്പോൾ ഏതാണ്? 1/2 × 2/5 ആണ്. 1/2 × 2/5 ആണ് 1ന് ഈക്വൽ അല്ലാത്തത്. ഇവിടെ ഇത് രണ്ടും പോയി, 5 പോയി. അപ്പോൾ ഈ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ആക്ടിവിറ്റി 7 ക്വസ്റ്റ്യൻ എ തന്നിട്ടുണ്ട്. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ ദ ഫിഗർ ആർ പാരലൽ. ടോപ്പ് ലൈനും ബോട്ടം ലൈനും എന്താണ്? പാരലൽ ആണ്. കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ഓഫ് ദ ബോട്ടം ട്രയാങ്കിൾ ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദ ടോപ്പ് ട്രയാങ്കിൾ. ഇതിലെ തേർഡ് ട്രയാങ്കിളും ടോപ്പ് ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബോട്ടം ട്രയാങ്കിളിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 180 - 35 + 45 അല്ലേ? ഡിഗ്രി. അപ്പോൾ 180 - 80 എത്ര കിട്ടും? 100. അപ്പോൾ ഇത് നമുക്ക് 100 എന്ന് കിട്ടി. ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ എന്താണ് എളുപ്പവഴി? നമുക്കറിയാം ഇത് 100 കിട്ടി. ഇത് 100 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് ട്രയാങ്കിളിൻ്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് എത്രയായിരിക്കും? ഇത് നമ്മുടെ 35 ഡിഗ്രി ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾ സിംഗിളാണ് അല്ലേ? 35 ഡിഗ്രി ആയിരിക്കും. മറ്റേത് രണ്ടാമത്തേൽ ഏതായിരിക്കും? ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ആയിരിക്കും. അപ്പോൾ നമുക്ക് പിക്ചറിൽ എങ്ങനെ വരും? ഇത് 35, ഇത് എത്രയാണ്? 100, ഇത് എത്രയാണ്? 45. അപ്പോൾ ഇതാണ് ഉത്തരം. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ഫിഗർ L1 പാരലൽ L2 ആൻഡ് M1 പാരലൽ M2. L1 പാരലൽ L2 ആൻഡ് M1 പാരലൽ M2 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ആംഗിൾ ABC. ആംഗിൾ ABC കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആംഗിൾ BCD കണ്ടുപിടിക്കുക. ആംഗിൾ ABC പ്ലസ് ആംഗിൾ DAB കണ്ടുപിടിക്കുക. അപ്പോൾ ആംഗിൾ ABC ആംഗിൾ ABC എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 120 ആണെങ്കിൽ ആംഗിൾ ABC എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 അല്ലേ? അപ്പോൾ 120. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും?
60 ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 60. 120 പ്ലസ് 60 എത്രയാണ്? 180 ആവും അല്ലേ? അപ്പോൾ ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 60 ആയിരിക്കും. ആംഗിൾ ബി സി ഡി, അടുത്തത് ആംഗിൾ ബി സി ഡി, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ ബി സി ഡിയിൽ ഏതായിരിക്കും വരുന്നുണ്ടാവുക? അതിൻ്റെ 120 ആയിരിക്കും അല്ലേ? 120 ആയിരിക്കും. പിന്നെ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ഡി എ ബി എന്ന് പറഞ്ഞാൽ 60 പ്ലസ് 120 എത്രയാണ്? 180 ആയിരിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി 8, ഡ്രോ ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4 സെൻറ്റിമീറ്റർ. സൈഡ് 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വിലാറ്റർ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ ആംഗിൾസ്, ഇന്നർ ആംഗിൾസ് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 4 സെൻറ്റിമീറ്റർ ലെങ്ത്തിലൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് രണ്ട് എൻഡിലും 4 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ തന്നെ എന്ത് ചെയ്യണം? 2 ആർക്ക് വരച്ച് അതിനെ യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ മേക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ബി, ഡ്രോ ദ ഫോളോയിങ് ഫിഗർ യൂസിങ് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ഉപയോഗിച്ച് ഈ മുകളിൽ കാണുന്ന പിക്ചർ നിങ്ങളോട് വരയ്ക്കാം. നിങ്ങൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾ വരച്ചത് ഓർക്കുന്നുണ്ടാവും. ടെക്സ്റ്റിൽ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ആദ്യം എന്താ പറയണേ? ഫസ്റ്റ് മാർക്ക് ദ മിഡ് പോയിന്റ് ഓഫ് 3 സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് ജോയിൻ. 4 സൈഡിലെയും എന്താണ്? മിഡ് പോയിന്റ്സ് കട്ട് ചെയ്ത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മിഡ് പോയിന്റ്സ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുക. join each vertices of midpoint of the opposite side. The points of they meet these 3 lines will be in one of the 2 points in which the line divide into 3 equal parts. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ സെൻറ്റർ ഇത് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 3ൻ്റെയും ഇതിലേക്ക് ജോയിൻ ചെയ്ത് ആ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലൈൻസ് വരയ്ക്കുക. അങ്ങനെ ലൈൻ ചെയ്ത് യോജിപ്പിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഓരോ ഭാഗവും ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത് കാണിച്ചിരിക്കുന്ന ഫിഗർ കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് 2 സെൻറ്റിമീറ്റർ വീതം അല്ലേ ഈക്വലായിട്ട് എന്ത് ചെയ്യണം? ഓരോ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ യോജിപ്പിച്ച് ട്രയാങ്കിൾ വരയ്ക്കുക. പിന്നെ അതിൻ്റെ മിഡിൽ നിങ്ങളിതിനെ ഈ പോയിന്റിലേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം? വരയ്ക്കണം. എങ്ങനെ വരയ്ക്കുക? ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് വരയ്ക്കുക. അതുപോലെ ഇവിടെ നിന്ന് യോജിപ്പിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. പിന്നെ അതുപോലെ സെൻറ്ററിലും യോജിപ്പിച്ചിട്ട് അങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഈ ലൈൻസൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ കൂട്ടി വരയ്ക്കുക. ലൈൻസൊക്കെ കൂട്ടി വരയ്ക്കുക. ഇതുപോലെ വരും. ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിനെ എല്ലാത്തിനെയും ജോയിൻ ചെയ്യിക്കുക. പോയിന്റ്സിനെ എല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിഗർ കിട്ടും. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.